അതെ, നല്ല ഫുഡ് കഴിക്കണം, ജങ്ക് ഫുഡ് കഴിക്കരുത്. പിന്നെ ഫോണിൽ നോക്കി 2 കണ്ണും നശിപ്പിക്കരുത്. മനസ്സിലായ? നല്ല കുട്ടിയായിട്ടിരിക്കോ? പ്രോമിസ്? അയ്യോ ഫോൺ. അപ്പൊ പോയിട്ട് വാ. ഒരു ഉമ്മതാ. നമ്മളിനി എപ്പോഴാ കാണാം? നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാലോ കേട്ടാ. ഓക്കെ ബൈ. ഓടാ. ഓക്കെ ലക്കി. ബൈ സർ. താങ്ക് യു സർ. ബൈ. ആടാ എനിക്ക് സ്റ്റിക്കറൊന്നും കിട്ടിയിട്ടില്ല. എടാ ഞാൻ നിന്ന കടയുടെ അവിടെ ഒന്നുമില്ല. ഇതൊക്കെടാ ഫുൾ ടാനായി വരെ വന്ന് പണ്ടാരം. എടാ എങ്ങനെയാലും ഒന്ന് നോക്കടാ. എടാ ഇനിയിപ്പോ എന്ത് ചെയ്യും? എടാ എന്തേലും ചെയ്യാടാ, സമയത്തിനല്ലേ ആയുള്ളൂ. നമുക്ക് നോക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. എന്താണ് അവിടെ ആരവന്മാര് അങ്ങോട്ട് നോക്കാം. നോക്കിയാലോ എന്ത് പരിപാടി? എൻ്റെ പൊന്നു ബ്രോ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ബർത്ത്ഡേ പാർട്ടി നൈസായിട്ട് പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നടക്കും തോന്നില്ല. അതെന്തേ? അവൻ ജാക്സ് ബാറോയുടെ കട്ട ഫാനാണ്. എന്ത് ചെയ്യൂ, ഇപ്പം അതിൻ്റെ സാധനങ്ങളൊന്നും ഈ നാട്ടിൽ കിട്ടാനില്ല. ഞങ്ങൾ കുറേ നടന്ന് അങ്ങനെ തന്നെ ആദ്യം തന്നെ പണിപാളി. ഓഹോ, എന്തിനാണ് ഈ ജാക്ക് സ്പാരോ തീമൊക്കെ? സിമ്പിളായിട്ട് വല്ല ഷാജി പാപ്പനും പിടിച്ചാൽ പോരെ. ഇത് കോളേജ് പരിപാടിയൊന്നുമല്ല, ബർത്ത്ഡേ പാർട്ടിയാണ്. ഓ, ഒരുത്തനാണെങ്കിൽ ഒരു പ്രിന്റിങ് കടയിൽ ജാക്സ് പാരോടെ കട്ടൗട്ട് പ്രിന്റ് എടുക്കാൻ നിൽക്കുക. സമയത്ത് എത്തുന്ന എനിക്ക് തോന്നണല്ലോ. എനിക്കും തോന്നുന്നില്ല. അപ്പോൾ പരിപാടി ആകെ പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുകയാണ്. കുളമാണ് അവിടെ ഒന്നുമില്ല. കുട്ടിയുടെ വിഷമം എനിക്ക് മനസ്സിലാവും. എന്താ? ആ, ഇപ്പം നല്ല വിഷമായി കാണും. പോടാം. ഈ സാധനങ്ങളൊക്കെ നോക്കി കുറേ കടയിൽ കയറി ഇറങ്ങിയല്ലേ? ആ ചേട്ടാ, ഒരു കടയിലും കംപ്ലീറ്റ് സാധനങ്ങൾ കിട്ടാനില്ല. അങ്ങനെ നോക്കി നോക്കി നടന്ന് ഞങ്ങൾ സ്നോ സ്പ്രേയും സാധനങ്ങളും മിസ് ചെയ്തു. അയ്യോ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലേ. സ്നോ സ്പ്രേ ഒന്നുമില്ല എന്ത് ബർത്ത്ഡേ പാർട്ടി. അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരായിരിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ കിട്ടുന്ന ഒരു കടയുണ്ടായിരുന്നേ വലിയ എളുപ്പമായിരുന്നല്ലേ. ഇതിപ്പോ എന്തോരം ടൈമാ പോയേ. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. അതാണോ? പുറത്തിറങ്ങിയത് എന്നെ കൊണ്ട് പണിയെടുപ്പിക്കണം. എണീക്കണം. ഞാൻ ചെയർ അറേഞ്ച് ചെയ്യാണ്. ചെയർ എങ്ങനെയുണ്ട്? ഇത് പൊട്ടിപ്പോവും. ഇത് അങ്ങോട്ട് അറേഞ്ച്. ബ്രോ, ബർത്ത്ഡേ പോയി എപ്പോഴാ വന്ന്? അവന് പോകേണ്ടവയാണ്. നമ്മളിപ്പോൾ ചെറിയ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ഇപ്പം എന്തോ നടന്നില്ലെങ്കിൽ അവർ വരുമ്പോഴത്തേക്ക് ചമ്മി നനക്കേണ്ട. അങ്ങനെ ഒന്നും വിചാരിക്കണം, നമുക്ക് ഉള്ളതുകൊണ്ട് പൊളിക്കാം. എന്താണ് സാമേ, ഈ കുട്ടി 5 എണ്ണമായല്ലോ. നീ ഇതുവരെ പോരാട്ടോ. പോടാ. ഈ പുള്ളി പണിയൊന്നും എടുക്കത്തില്ല അല്ലേ, മടിയനാണ്. കുട്ടി, എപ്പോഴും ആവേശം പകരാനും നേതൃത്വം വഹിക്കാനൊക്കെ ഒരാളാവശ്യമാണ്. അത് മടിയല്ല, മനസ്സിലായോ? അതൊക്കെ ഇവിടെ കേക്കപ്പ് എത്തും. വീണ്ടും വിഷമായി. ബെസ്റ്റ്. അപ്പൊ കേക്കും മറന്നുപോയാ?